Get images, videos, and music all in one plan with Shutterstock Flex. ഫാത്തിമ സാനിയ, എല്ലാവരും ജോയിൻ ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ ക്ലാസ്, അതേപോലെ റോൾ നമ്പർ, പേര് ഇവരെ റെക്കോർഡ് ചെയ്യാനാണ്. എത്ര പേര് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് അറിയാനാണ്. ഓക്കെ, പേര് നസിയാന, പേര് മാത്രം പോരാ, ക്ലാസ്സും റോൾ നമ്പറും കൂടി കേട്ടോ. ഹായ് അമിത്, ദിൽജിത്ത്, ഷംന. ടു മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ലെറ്റ് അതേഴ്സ് ജോയിൻ. ഹായ് താര, ഷിബ്ല, ദേവിക, റിസ്ല, ശിവജ, ഹനീൻ. ഹനീൻ C1B ആണോ? ക്ലാസ്സും കൂടി റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അറ്റൻഡൻസ് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിന്റെ പേരും കൂടെ എഴുതുക കേട്ടോ. ശ്രീ ജോഷ്ന, നിയ, ഫാത്തിമ, നിദ, ലബീബ, ഹുനൈഫ്, ഹഫ്സാന, ഷൈക്ക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജോയിൻ ചെയ്യുന്നവർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കട്ടെ. നമുക്ക് ഇന്ന് ഒരു ലെസൺ ഫിനിഷ് ചെയ്യണം. ഒരുപാട് ലെസൺസ് പഠിക്കാനുണ്ട്. +1 വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര ഈസി ആയിട്ടുള്ള ലെസൺസ് ആയിരിക്കും ഓൺലൈനിലൂടെ എടുക്കുന്നത്. കുറച്ച് ടഫായിട്ടുള്ളത് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് എടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് ഖണ്ടാവ്, പേജ് നമ്പർ 91. My dear friends, have you heard about rituals? Ritual ആചാരങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമുക്ക് ഓരോരുത്തർക്കും മതപരമായ, സാമൂഹ്യപരമായ പല ആചാരങ്ങളും ഉണ്ട് അല്ലേ? ഇപ്പോൾ ഓരോ കാര്യങ്ങൾ, ഇപ്പം കല്യാണം, വിവാഹം എന്ന് പറഞ്ഞാൽ അത് ഓരോ മതപരമായ ചടങ്ങുകളോടുകൂടി, ആചാരങ്ങളോടുകൂടി നടത്തിക്കൊണ്ടുപോകാറുണ്ട്. അതേപോലെ ഓരോ മതത്തിലെ ചടങ്ങുകൾ ഉണ്ടാവും. പെരുന്നാള്, അപ്പം നമുക്കറിയാം ഒരു പെരുന്നാളിന്റെ പുറകിൽ ഒരു ഐതിഹ്യമുണ്ട് അല്ലേ? അതേപോലെ നമ്മൾ ഓണാഘോഷം, എന്തിനാണ് ഓണാഘോഷിക്കുന്നത്? അതിന് പുറകില് ഓണത്തിന്റെ ആഘോഷങ്ങൾ, ആചാരങ്ങൾ, അതിനാണ് റിച്വൽസ് എന്ന് പറയുന്നത്. അതായത് ബക്രീദിന് അല്ലെങ്കിൽ ഈദുൽ ഫിത്തറിന് നിങ്ങൾ ചെയ്യുന്ന ഓരോ ആചാരങ്ങൾ, ഇപ്പൊ ആചാരങ്ങൾക്ക് റിച്വൽസ് എന്ന് പറയുന്നു. ഇങ്ങനെ നമ്മൾ ഓരോന്നിനും പെരുന്നാളിന് ബലി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ബലി കൊടുക്കുന്നതിന് പുറകിൽ ഒരു കഥയുണ്ട് അല്ലേ? അതിനാണ് നമ്മൾ ലെജൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു റിച്വൽ ഉണ്ടെങ്കിൽ ആ റിച്വലിന് പുറകിൽ എന്തുണ്ടാവും? ഒരു ലെജൻഡ് ഉണ്ടാവും. ഇപ്പൊ ഓണത്തിന് പുറകിലുള്ള ലെജൻഡ് എന്താണ്? മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തി
വളരെ മനോഹരമായിട്ട് നാടുവാണതും അതിൽ അസൂയ പൂണ്ട ദേവന്മാര് മഹാബലിയെ ഇല്ലാതാക്കാൻ വേണ്ടി കൊതിക്കുന്നു. അതിനു വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാൻ ഒരു വാമനന്റെ രൂപത്തിൽ നാട്ടിൽ വരികയും മഹാബലിയോട് 3 അടി മണ്ണ് ദാനം ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ അളവില് ഭൂമി, പിന്നെ പാതാളം, പിന്നെ അളക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്റെ ശിരസ് കുനിച്ചു കൊടുക്കുകയാണ് മഹാബലി ചെയ്തത്. അങ്ങനെ ശിരസിൽ ചവിട്ടി അദ്ദേഹത്തെ പാതാളത്തിലേക്ക് താഴ്ത്തിയെന്നും, പക്ഷെ വളരെ ധർമ്മനിഷ്ഠനായ ദാനശീലനായ അദ്ദേഹത്തിന് വിഷ്ണു ഭഗവാൻ ഒരു വരം കൊടുക്കുകയാണ്. വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട് കാണാനും പ്രജകളെ കാണാനുമായിട്ട് വരാം. അപ്പോ ആ ഒരു സങ്കല്പമാണ്, പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് മഹാബലി സന്ദർശിക്കുന്നു എന്ന് ഒരു സങ്കല്പം, ആ ഒരു ഐതിഹ്യത്തിന്റെ പുറകിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓണാഘോഷങ്ങൾ നടത്തുന്നത്. അതേപോലെ തന്നെ നബിയുടെ നമുക്കറിയാം ബലി കൊടുക്കാൻ, മകനെ ബലി കൊടുക്കാനായിട്ട് തുനിയുന്നതും അങ്ങനെയുള്ള ആ ഒരു റിച്വലും ആ ഒരു ലെജൻഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബലി പെരുന്നാൾ നടത്തുന്നത്. ഇങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ടാവും. ഒരുപാട് ചില നാടുകളിൽ ചില പ്രത്യേകതര ആചാരങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആചാരം എന്താണെന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇത്തരം ആചാരങ്ങൾക്ക് പുറകിലുണ്ടാകുന്ന ഐതിഹ്യങ്ങളെയാണ് ലെജൻഡ്സ് എന്ന് പറയുന്നത്. Today we are going to learn a ritual and the legend behind the ritual. ഇന്ന് നമ്മളൊരു റിച്വലിനെ കുറിച്ച് പഠിക്കുന്നു, ആ റിച്വലിന്റെ പുറകിലുള്ള ഒരു ലെജൻഡിനെ കുറിച്ചും പഠിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലൊന്നുമല്ല, അങ്ങ് ദൂരെ ഒരു ഫിജിയൻ ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിൽ നടക്കുന്ന ഒരു റിച്വലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത് ഏതാണ് ഐലൻഡ്, ഏതാണ് പെർട്ടിക്കുലർ സ്ഥലം, ഏത് വില്ലേജ് ആണ്, എന്താണ് റിച്വല്, ആ റിച്വലിന് പുറകിലുള്ള ഐതിഹ്യം എന്താണ്, അല്ലെങ്കിൽ ലെജൻഡ് എന്താണെന്ന് പഠിക്കല്ലേ നമുക്ക്. തുടങ്ങാം. All of you open your textbook page number 91. Travel at times crosses the frontiers of a mere exploration of the physical features of a landscape and takes us far beyond to the exploration of the real self of a land which is embedded in its customs, traditions, and rituals. Here is a travel experience that acquaints us with a strange ritual on a Fijian island. Read on. യാത്ര എന്ന് പറയുമ്പോൾ പലർക്കും പലതാണ്. ചിലർക്ക് പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളിൽ പോകുന്നതാണ് ഇഷ്ടം, വേറെ ചിലർക്ക് ഫാന്റസി പാർക്ക് പോലെയുള്ള വാട്ടർ തീം പാർക്കുകളിൽ പോകാനാവും ഇഷ്ടം, വേറെ ചിലർക്ക് ട്രെക്കിങ്ങിന് പോകാനാവും ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർക്കും പലതരം ഇഷ്ടങ്ങളാണ്. ചിലരെ സ്ഥലങ്ങൾ ആകർഷിക്കുമ്പോൾ വേറെ ചിലരെ അവിടുത്തെ ഭക്ഷണ രീതികളാണ് ആകർഷിക്കുന്നത്, വേറെ ചിലരെ അവിടുത്തെ കൾച്ചറ്, അവിടുത്തെ ജനങ്ങള്, അവരുടെ ജീവിത രീതി. ഇങ്ങനെ യാത്ര എന്ന് പറയുമ്പോൾ ഓരോരുത്തരും യാത്ര ചെയ്യുന്നത് വ്യത്യസ്ത പേർപ്പസോട് കൂടിയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലെ നടത്തിയ ഫിജിയൻ ഐലൻഡിലേക്ക് നടത്തിയ യാത്രയിൽ അവിടെയുള്ള കൾച്ചറിനെ പരിചയപ്പെട്ടപ്പോൾ അവിടെയുള്ള ഒരു പ്രത്യേക ആചാരം കണ്ട അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വിവരണം. ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് ഖണ്ടാവു. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, മനസ്സിലാവുന്നുണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിലും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഉത്തരം ഇതിലിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. ഓണത്തിന്റെ പുറകിലുള്ള ഓണത്തിന്റെ റിച്വൽസ് എല്ലാവർക്കും അറിയാലോ. പൂക്കൾ ഒരുക്കുന്നു, സദ്യ ഒരുക്കുന്നു, ഓണക്കോടി ഉടുക്കുന്നു. അങ്ങനെ വരുന്ന മഹാബലി തമ്പുരാൻ തന്റെ പ്രജകൾ വളരെ സന്തോഷത്തോടുകൂടി സദ്യ ഉണ്ണുന്നതും ആഘോഷിക്കുന്നതും പുതുവസ്ത്രങ്ങളും അണിയുന്നതും ഒക്കെ കണ്ട് സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓണത്തിന് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നതാണ്. അതേപോലെ ഓരോന്നും ഇനി നമ്മൾ ഇന്ന് അതുപോലെയുള്ള ഫിജിയൻ ഐലൻഡിലുള്ള ഒരു റിച്വലിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് ഖണ്ടാവു. കടവു എന്ന് എഴുതുമെങ്കിലും ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ഖണ്ടാവു. ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് ഖണ്ടാവു. On the island of Khantau, one of the larger islands of the Fiji group and some 50 miles by water from the capital city of Suva, is the Fijian village of Namuana. So we are going to learn a ritual in the Fijian village of Namuana. What is the name of that village? Namuana. Okay. This is one of the Fijian islands, 50 miles by water from the capital city of Suva.
ക്യാപിറ്റൽ സിറ്റിയായ സുവയിൽ നിന്നും 50 മൈൽസ് വെള്ളത്തിൽ 50 മൈൽസ് അകലെയായിട്ടാണ് ഈ ഫിജിയൻ ഐലൻഡ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഐലൻഡ് ദ വില്ലേജ് ഓഫ് നമുവാന. അണ്ടർലൈൻ ചെയ്തോളൂ. Namwana nestles at the foot of a beautiful bay adjacent to the government station in Venezia Harbour. Here, the island of Kantau narrows down to an isthmus, and by climbing the hill behind Namwana village, one can stand on the saddle and look out to the sea to the south and to the north. Legend says that in the days gone by, the warriors of Kantau slid their canoes on rollers up over the narrow neck of land to save the long journey around the east and the west of Kantau Island. ഇത് കേട്ട് പേടിക്കണ്ട. ഫസ്റ്റ് പാരഗ്രാഫിൽ മുഴുവനും ഒരു ജിയോഗ്രഫിക്കൽ ഡിസ്ക്രിപ്ഷനാണ്. ഏത് തരത്തിലുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ വിവരണമാണ്. ഐലൻഡ്, അതിൽ ഉയർന്നു നിൽക്കുന്ന സ്ഥലം, അങ്ങനെയുള്ള കുറെ പേരുകളും അങ്ങനത്തെ ഒക്കെയാണ്. അത് കണ്ട് നിങ്ങൾ പേടിക്കണ്ട, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണ്ട. നമ്മൾ പറയാൻ പോകുന്നത് we are going to learn about a Fijian island. The name of that island is Island of Kantau, and we are going to another place, the village of Namwana. Okay, ഇപ്പം നമ്മൾ വില്ലേജ് നമുവാനയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് പാരഗ്രാഫിൽ. അത് നിങ്ങളെ ഞാൻ വിസ്തരിച്ച് പറഞ്ഞെന്ന് കൺഫ്യൂഷൻ ആക്കണോ, അതോ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി? എന്താണ്? ഒരു അതിമനോഹരമായ ഒരു ഐലൻഡ്, അതിമനോഹരമായ ഒരു ഭൂപ്രദേശം, അവിടെയുള്ള ഒരു വില്ലേജിലേക്ക്, ദ വില്ലേജ് ഓഫ് നമുവാനയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. The women of Namwana village still preserve a very strange ritual, that of calling turtles from the sea. നമുവാന വില്ലേജിലെ സ്ത്രീകൾ ഒരു പ്രത്യേക റിച്വല് ആചരിച്ചുകൊണ്ട് വരുന്നു. എന്താണ് ആ റിച്വലിന്റെ പേര് എന്നറിയോ? അണ്ടർലൈൻ ചെയ്തോളൂ. ടേർട്ടിൽ കോളിംഗ്. കോളിംഗ് ടേർട്ടിൽസ് ഫ്രം ദ സീ. കടലിൽ നിന്നും കടലാമകൾ ഉണ്ടാവില്ലേ, ടേർട്ടിൽ, കടൽ ആമകൾ, സീ ടേർട്ടിൽസ്. കടലാമകളെ ഇങ്ങനെ അവരെന്തോ ഒരു മന്ത്രം ചൊല്ലിയിട്ട് കടലാമകളെ മുഴുവൻ ഇങ്ങനെ മേലോട്ട് വിളിക്കുന്ന തരത്തിലുള്ള ഒരു റിച്വൽ. അവരിങ്ങനെ മന്ത്രം ചൊല്ലുന്നതിനനുസരിച്ച് കടലാമകൾ മുകളിലേക്ക് ഇങ്ങനെ വരുന്നു. ഇതാണ് റിച്വൽ. റിച്വലിന്റെ പേര് ടേർട്ടിൽ കോളിംഗ്. നടക്കുന്നത് ഇൻ ദ വില്ലേജ് ഓഫ് നമുവാന. If you visit Namwana village to see the turtle calling, your schooner anchors in a beautiful bay right under the cliffs of a rocky headland. നിങ്ങൾ ഈ ഒരു ടേർട്ടിൽ കോളിംഗ് കാണാനായിട്ട്, ഈ ടേർട്ടിൽ കോളിംഗ് ഇവർ വിളിക്കുന്നതിനനുസരിച്ച് ആമകൾ വരുന്നത് കാണണമെങ്കിൽ ഗോ ടു നമുവാന വില്ലേജ് ഇൻ എ ഷൂണർ. ഒരു ബോട്ടിൽ നിങ്ങൾക്ക് അവിടേക്ക് പോകാം. എന്നിട്ട് ഇറ്റ് വിൽ ആങ്കർ ഇൻ എ ബ്യൂട്ടിഫുൾ ബേ റൈറ്റ് അണ്ടർ ദ ക്ലിഫ്സ് ഓഫ് എ റോക്കി ഹെഡ്ലാൻഡ്. ഭയങ്കര പാറക്കെട്ടൊക്കെ ഉള്ള ഒരു ലാൻഡിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഷിപ്പ് നങ്കൂരം, ആങ്കർ ചെയ്യാന്ന് പറഞ്ഞാൽ നങ്കൂരം ഇടുക, നിർത്തുക. എന്നിട്ട് അവിടെ നിന്ന് ബോട്ടിൽ വേണം നമ്മൾ ഈ നമുവാന വില്ലേജിലേക്ക് പോകാനായിട്ട്. നിറയെ പാറക്കെട്ട് നിറഞ്ഞ ഒരു കടൽ തീരമാണ്, ഐലൻഡ് ആണ്. ഓക്കെ, യു ലാൻഡ് ഓൺ ദ ബീച്ച് ആൻഡ് ദെൻ either sit on the rocks under the bluffs on the beach or climb a rocky track to a point some 150 or 200 feet up the rock face. അങ്ങനെ നിങ്ങൾ ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള പാറക്കെട്ടുകളിൽ ഇരിക്കാം. അതും അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ള പാറക്കെട്ടുകളുടെ മുകളിൽ കയറിയിട്ട് 150 or 200 feet up the rock face. ഓക്കെ, നമുക്ക് ആ പാറക്കെട്ടിന്റെ കുറച്ച് മുകളിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് കയറിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കൃത്യമായിട്ട് ഇവർ ഈ ആമയെ വിളിക്കുന്നതും ആമകൾ മേലേക്ക് വരുന്നതൊക്കെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് കാണാൻ പറ്റും. സോ ഗോ ടു നമുവാന വില്ലേജ്, സ്റ്റോപ്പ് ദ ഷിപ്പ്, ഹയർ എ ബോട്ട്, റീച്ച് ദ ഐലൻഡ് ആൻഡ് ഗോ അപ്പ് ടു ദ റോക്ക് ആൻഡ് ഒബ്സർവ് ദ ടേർട്ടിൽ കോളിംഗ്. ആരാണ് ടേർട്ടിലിനെ വിളിക്കുന്നത്? ആരാണ്? The women in the village. So what is the name of the ritual? Turtle calling. Now, here you have a splendid view
and will find assembled all the maidens. Maidens means ladies of the village of Namwana singing a strange chant. Strange means വളരെ അപൂർവമായിട്ടുള്ള ആ ഒരു ചാൻറ്റ്. ചാൻറ്റിങ് മീൻസ് മന്ത്രം. എന്തോ ഒരു പ്രത്യേക മന്ത്രം ഇങ്ങനെ അല്ലെങ്കിൽ ലൈൻസ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും അവരിങ്ങനെ ലൈൻസ് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? കടലാമകള് ഇങ്ങനെ അടിത്തട്ടിൽ നിന്നും റീച്ച് അപ് ടു ദ സർഫേസ്, കടലിന്റെ ഉപരിതലത്തിലേക്ക് ഇങ്ങനെ വരും. ഇതാണ് അവരുടെ റിച്വൽ. Singing a strange chant. As they chant, if you look very carefully down into the water of the bay, you will see giant turtles rise one by one to lie on the surface listening to the music. അങ്ങനെ ഇവര് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കടലിന്റെ ഉപരിതലത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ കാണാ? കടലാമകൾ ഇങ്ങനെ വൺ ആഫ്റ്റർ അനദർ മുകളിലേക്ക് വന്ന് ഇങ്ങനെ ഇവരെ നോക്കി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. This is not a fairy tale. ഇതൊരു കെട്ടുകഥയല്ല. It actually does take place and the water in this area is forbidden for the fishing of turtles. വെറുമൊരു കെട്ടുകഥയല്ല ഇത്. ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞത്? ആ ഭാഗത്ത് കടലാമകളെ പിടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഫിഷിംഗ്, മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട്. കാരണം ഈ കടലാമകൾ വളരെ സീക്രട്ട് ആയിട്ട്, പുണ്യമായിട്ട്, വിശുദ്ധമായിട്ട് കാണപ്പെടുന്ന ഒരു ഏരിയ ആണത്. അതുകൊണ്ട് അവിടെ ഫിഷിംഗ് നിരോധിച്ചിട്ടുണ്ട്. ഫിഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ നെറ്റിൽ കടലാമകൾ കുടുങ്ങും, അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരുടെ ഒരു വിശ്വാസപ്രകാരം ദേ ആർ സീക്രട്ട് ടേർട്ടിൽസ്. സാധാരണ കടലാമകളല്ല, ദേ ആർ സീക്രട്ട്, വിശുദ്ധന്മാരായ, വിശുദ്ധ അല്ലെങ്കിൽ പാവനമായ ടേർട്ടിൽസ് ആണ്. അപ്പൊ അതിനെ പിടിക്കുന്നത് നിരോധിച്ചിട്ടുള്ള ഒരു സ്ഥലമാണത്. ഇത് വെറും ഒരു കെട്ടുകഥ മാത്രമല്ല, ഈ ഒരു സീൻ നമുക്ക് അവിടെ പോയാൽ കാണാനും പറ്റുമെന്നാണ് പറയുന്നത്. Another interesting sideline to this performance is that if any member of the nearby village of Nebukalevu is present, underline that, when these women are chanting the ritual, chanting songs, അവരിങ്ങനെ വരികൾ മന്ത്രം ചൊല്ലുന്ന അല്ലെങ്കിൽ ലൈൻസ് പാടുന്നതിനിടയിലേ ഏതെങ്കിലും തൊട്ടടുത്ത നൈബറിംഗ് വില്ലേജ് ആയ നെബുക്കലേവ് എന്ന വില്ലേജിൽ നിന്നും ഏതെങ്കിലും ഒരാള് ആ സമയത്ത് നമുവാന നദിക്കരയിൽ കടൽ തീരത്ത് ഉണ്ടെങ്കിൽ കടലാമകൾ മുകൾ തട്ടിലേക്ക് വരില്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അപ്പോൾ നമുവാന വില്ലേജിലെ വിമനാണ്, ദേ വിൽ ചാന്റ് സോങ്സ്. ആ ചാന്റ് ചെയ്യുന്ന സമയത്ത് ദ ടേർട്ടിൽസ് വിൽ കം ടു ദ സർഫേസ്, ബട്ട് if any member from the neighboring Nebukalev village is there, turtles will not come to the surface. നെബുക്കലേവ് വില്ലേജിലെ ആരുടെയെങ്കിലും പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ ആമകൾ മുകളിലേക്ക് വരില്ല. എന്താണ് കാരണം നമുക്കറിയണ്ടേ? ആൻഡ് ദ ടേർട്ടിൽ കോളിംഗ് വിൽ ഹാവ് ടു ബി അബാൻഡൻഡ്. അങ്ങനെ നെബുക്കലേവ് വില്ലേജിൽ ആരെങ്കിലും അവിടെ വന്ന് നിന്നാൽ എത്ര ടേർട്ടിൽ കോൾ ചെയ്തിട്ടും കാര്യമില്ല, എത്ര സോങ് ചാൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല, കടലാമകൾ മുകളിലേക്ക് വരില്ല. As is usually the case with such strange ceremonies and customs, in Fiji, the turtle calling is based on an ancient legend still passed on from father to son among the Fijian people of Kantau. നമ്മൾ ഓരോ റിച്വലും അങ്ങനെയാണ്, ഒരാളിൽ നിന്നും അടുത്ത ആളിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ട് വരിക ചെയ്യുന്നത്. നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്ന ആചാരങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അവര് പറയുന്ന കഥകൾ അല്ലെങ്കിൽ അവര് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും ഈ ഫീജിയൻ റിച്വൽ ഫാദർ ടു സൺ, അച്ഛനിൽ നിന്നും മകനിലേക്ക്, അവിടുന്ന് മകളിലേക്ക്, അങ്ങനെ അങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ട് വരുന്ന ഒരു കഥയുണ്ട് ഈ റിച്വലിന് പുറകിൽ. ലെജൻഡ് ഉണ്ട് ഈ റിച്വലിന് പുറകിൽ. So here is the legend behind the ritual. Which ritual we are mentioning about? Anybody? നമ്മൾ ഇവിടെ പറയുന്ന റിച്വൽ ഏതാണ്? Which is the ritual we are going to mention? We are going to mention the legend behind a ritual. Which is that ritual? Kindly type it here. Text to you. Which is the ritual we are learning about here? Anybody, please? നമ്മൾ ഏത് റിച്വലിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഉത്തരം കിട്ടിയാലേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. വെരി ഗുഡ്.
ടേർട്ടിൽ കോളിംഗ് അല്ലേ? എവിടെയാണ് ഈ ടേർട്ടിൽ കോളിംഗ് നടക്കുന്നത്? ഇൻ വിച്ച് ഐലൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ്? ടേർട്ടിൽ കോളിംഗ്, യാ, വെരി ഗുഡ്. എവിടെയാണ് ടേർട്ടിൽ കോളിംഗ് നടക്കുന്നത്? സാനിയ, ഹനീൻ, ശോഭന, ഗുഡ്. Javed gave the name first, the answer first. Fatima, Nida. Okay, calling turtle. So turtle calling is the ritual. Okay, in which village it is taking place? ഏത് വില്ലേജിലാണ് അത് നടക്കുന്നത്? ഇതൊക്കെ ഇപ്പോഴേ പഠിച്ചു, ഇനി ഇത് പഠിക്കാൻ വേറൊരു സമയമൊന്നും വേണ്ട, ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു വെക്കോ. What is the name of that village? Wow, very good, Jasina. Namuana വില്ലേജിലാണ് ടേർട്ടിൽ കോളിംഗ് നടക്കുന്നത്. ടേർട്ടിൽ കോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? The maidens or the women of the entire village come near the beach and they chant a song when they are chanting, the turtles from the sea came to the surface. If any member from Nebuchadnezzar village is there, the turtles will not come to the top. That is the ritual. ഇനി ഈ റിച്വൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതിന്റെ ബിഹൈൻഡ് ദ കർട്ടൻ സ്റ്റോറിയാണ്, ദാറ്റ് ഈസ് ലെജൻഡ്. ആ ലെജൻഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Many years ago, in the beautiful village of Namuana on the island of Kantau, lived a very lovely princess called Tinaikboga, who was the wife of the chief of Namuana village. Tinaikboga had a charming daughter called Rhodalis. Underline ചെയ്തോളൂ ആ രണ്ട് പേരും, പിന്നീട് ആവശ്യം വരും. Tinaikboga is the princess and her daughter is Rhodalis. And the two women often went fishing on the reefs around their home. കണ്ടാവു ഐലൻഡിലെ നമുവാന വില്ലേജിലെ രാജ്ഞിയായിരുന്നു ടിനായ്ക്ബോഗ. അവരുടെ മകളായിരുന്നു റൊഡാലിസ്. ഇവരുടെ രണ്ടുപേരുടെയും ഫ്രീ ടൈം ഹോബി എന്തായിരുന്നു? ഗോ ഫിഷിംഗ്, മീൻ പിടിക്കാനായിട്ട് അവർ പോവുമായിരുന്നു. Once, Tinaikboga and Rhodalis went further afield than usual. They waded out onto the submerged reefs which stretched out from the rocky headland to the east of the bay on which Namuana village is situated. കൂടെ സ്ഥിരമായിട്ട് മീൻ പിടിക്കാൻ പോവായിരുന്നു ഫ്രീ ആവുമ്പോൾ. അങ്ങനെ അവരൊരിക്കലും മീൻ പിടിക്കാൻ പോയപ്പോൾ they involved in their fishing so much that they crossed their border. അവരുടെ വില്ലേജിന്റെ ബോർഡർ ക്രോസ് ചെയ്ത് അവരറിയാതെ കുറച്ചും കൂടി അങ്ങ് ഉള്ളിലേക്ക് കടലിലേക്ക് പോയി. അതായത് മീൻ പിടിക്കുന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത സമയത്ത് അവരുടെ ഇതുവരെ ഉള്ളൂ നമുവാന വില്ലേജ് എന്നൊന്നും ഓർക്കില്ലല്ലോ. സോ ദേ ക്രോസ്ഡ് ദാറ്റ് ലിമിറ്റ്. എന്നിട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയി. എന്താ സംഭവിച്ചു നോക്കാം. They became so engrossed with their fishing that they didn't notice the stealthy approach of a great volcano filled with fishermen from the nearby village of Nebuchadnezzar. This village is situated in the shadow of Mount Washington, the highest mountain on Kandau Island. Today, Mount Washington is well known to mariners because there's a splendid lighthouse there, warning them of the dangers of the rocky coastline. അങ്ങനെ അമ്മയും മോളും മീൻപിടുത്തത്തിൽ എൻഗ്രോസ്ഡ് മീൻസ് ഇൻവോൾവ് ടു മച്ച്, നന്നായി അങ്ങ് മുഴുകിയത് കാരണം അവര് നമുവാന വില്ലേജ് ക്രോസ് ചെയ്തിട്ട് പോയി. അപ്പോഴാണ് ഒരു പടക്കപ്പൽ നിറയെ നെബുക്കലേവ് വില്ലേജിലെ, നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, നെബുക്കലേവ് വില്ലേജിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടേർട്ടിൽസ് മുകളിൽ വരില്ല എന്ന്. അപ്പൊ ആ വില്ലേജിലെ ഒരു വാക്കനോ നിറയെ അവിടുത്തെ ഫിഷർമെനും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇവര് നോക്കുമ്പോ എന്താണ്, എ ബ്യൂട്ടിഫുൾ പ്രിൻസസ് ആൻഡ് ഹെർ ബ്യൂട്ടിഫുൾ ഡോട്ടർ, ഇവരെ രണ്ടുപേരെയും കാണുകയാണ്. ഓക്കെ, അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം വീണ്ടും ഒരു ജോഗ്രഫിക്കൽ ഡിസ്ക്രിപ്ഷൻ ആണ്. ആ നെബുക്കലേവ് വില്ലേജിന്റെ അടുത്തായിട്ടാണ് മൗണ്ട് വാഷിംഗ്ടൺ എന്ന് പറയുന്ന പർവ്വതമുള്ളത്. അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇന്നും ആളുകൾക്ക് വഴികാട്ടിയായിട്ടുള്ള ലൈറ്റ് ഹൗസ് അവിടെ മനോഹരമായ ആ ഒരു സ്ഥലത്തുണ്ട്. വാർണിംഗ് ദം ഓഫ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ദ റോക്കി കോസ്റ്റ് ലൈൻ. ഈ കടലിൽ നിറയെ പാറക്കെട്ടുകൾ ഉണ്ട് എന്ന് കപ്പലുകൾക്ക് വാർണിംഗ് കൊടുക്കാനായിട്ട് മൗണ്ട് വാഷിംഗ്ടണിൽ ഒരു ലൈറ്റ് ഹൗസും ഉണ്ട്.
ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഈ വിവരണത്തിൽ ഇടയ്ക്കിടയ്ക്ക് തരുന്നത് എന്തിനായിരിക്കും? ടു ഗിവ് അസ് എ റിയലിസ്റ്റിക് വ്യൂ പോയിന്റ്. ഈ പറയുന്നൊന്നും ഏതോ ഒരു ഇല്ലാത്ത ലോകമല്ല, ആലീസ് ഇൻ വണ്ടർലാൻഡ് അല്ല, മറിച്ച് നമ്മുടെ ലോകത്തുള്ള ഫിജി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഐലൻഡ് ഓഫ് കണ്ടാവ് ഉണ്ട്, അവിടെ ഒരു നമ്വാന വില്ലേജ് ഉണ്ട്, തൊട്ടപ്പുറത്ത് നബുക്കലെ വില്ലേജ് ഉണ്ട്, അതിനടുത്ത് മൗണ്ട് വാഷിങ്ടൺ ഉണ്ട്, വാഷിങ്ടണിൽ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, ലൈറ്റ് ഹൗസ് ആണ് ഷിപ്പുകൾക്കും ബോട്ടുകൾക്കും ഒക്കെ അതൊരു റോക്കി ഐലൻഡ് ആണെന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഒരു റിയലിസ്റ്റിക് വ്യൂ പോയിന്റ്, ഇത് വെറും കഥയല്ല ബട്ട് ഇറ്റ് ഈസ് എ റിയൽ തിങ് ഹാപ്പനിങ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് തരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ജിയോഗ്രഫീസ് നേരെ പോവാം. എന്തായി? നമ്മുടെ രാജ്ഞിയും രാജകുമാരിയും മീൻപിടുത്തത്തിൽ മുഴുകിയിരിക്കുകയാണ്. അത് നോക്കിക്കൊണ്ട് ഒരു കപ്പൽ നിറയെ ഫിഷർമെൻ ഫ്രം ദ നെബുക്കലെ വില്ലേജ്. Suddenly the fishermen leapt from their canoe and seized the two women, bound their hands and feet with wine, tossed them into the bottom of the canoe, and set off in great haste for home. Although the women pleaded for their lives, the cruel warriors from Nebuchadnezzar didn't listen to their entreaties. അവരതിലിങ്ങനെ മുഴുകി നിൽക്കുമ്പോഴാണ് ഷിപ്പ് അവിടെ നിർത്തിയിട്ട് അതിന്ന് പുറത്തേക്ക് ചാടി വന്ന് കുറച്ച് ഫിഷർമെൻ രാജകുമാരിനെയും രാജ്ഞിനെയും കയറെടുത്ത് കെട്ടി വരിഞ്ഞിട്ട് അവരുടെ ഷിപ്പിലേക്ക് ഇടുകയാണ്. They cried a lot, they pleaded for their lives. ജീവന് വേണ്ടി അവർ ഒരുപാട് കരഞ്ഞു നോക്കി. But they didn't listen to their entreaties. അവരുടെ ഈ വിഷമിച്ചുള്ള കരച്ചിലും ഒന്നും ആരും ചെവി കൊടുത്തില്ല നെബുക്കലേവിലെ ഫിഷർമാൻ. The gods of the sea, however, were kind, and soon a great storm arose and the canoe was tossed about by huge waves which almost swamped it. ദൈവത്തോട് പ്രാർത്ഥിച്ചു. കടൽ ദേവതയുടെ രൂപത്തിൽ പെട്ടെന്ന് ഒരു ഭയങ്കര കൊടുങ്കാറ്റ്, ഹെവി സ്റ്റോം വരികയാണ്, കാനോ മറയാൻ പോവാണ്. ഓക്കെ, അവര് വന്നിരിക്കുന്ന ഈ ബോട്ട് ആകെ ഇങ്ങനെ ഈ തിരമാലകളിൽ ആടി ഉലഞ്ഞ് ഇപ്പൊ മറയുന്നുള്ള അവസ്ഥയിലെത്തി. As the canoe foundered in the sea, the fishermen were astounded to notice that the two women lying in the water in the hold of the canoe had suddenly changed into turtles, and to save their own lives, the men seized them and threw them into the sea. കടൽ ദേവത പെട്ടെന്ന് ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു കൊടുങ്കാറ്റുണ്ടാക്കി. ആ കൊടുങ്കാറ്റിൽ ഈ ബോട്ട് നശിക്കാൻ പോവായിരുന്നു. അങ്ങനെ ബോട്ട് ഇങ്ങനെ ആടി ഒലയുന്ന സമയത്ത് ഇവര് രാജകുമാരിനെയും രാജ്ഞിനെയും നോക്കുമ്പോൾ അവിടെ കണ്ടത് എന്താണ്? രാജകുമാരിയുടെയും രാജ്ഞിയുടെയും സ്ഥലത്ത് 2 ടേർട്ടിൽസ്, കടലാമകളായിട്ട് ഈ രാജകുമാരിയും രാജ്ഞിയും ആമകളായിട്ട് രൂപം പ്രാപിച്ചു. പേടിച്ചിട്ട് ഇവര് ഈ ആമകളെ എടുത്ത് കടലിലോട്ടിട്ടു. Threw them into the sea. As they slipped over the side of the canoe, the weather changed and there were no more waves. അങ്ങനെ ഇവരുടെ ക്രൂരമായ പിടിയിൽ നിന്നും മോചിക്കപ്പെട്ട് കടലാമകളായിട്ട് അവര് കടലിൽ അഭയം പ്രാപിച്ചു എന്നാണ് ലെജൻഡ്. The Nebuchadnezzar fishermen continued their journey back to their home village, and the two women from Namuana who had been changed to turtles lived on in the water of the bay. It's their descendants today who rise from the water when the maidens of their own village sing songs to them from the cliffs. അപ്പോ ഇവരുടെ വിശ്വാസപ്രകാരം അന്ന് കടലിലേക്ക് പോയ രാജ്ഞിയുടെയും രാജകുമാരിയുടെയും പിന്തുടർച്ചക്കാരാണ് ഇപ്പോഴും ആ ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കടലിന്റെ മുകളിലേക്ക് വർഷത്തിൽ വരുന്നത്. അവിടുത്തെ പെണ്ണുങ്ങൾ വന്നിട്ട് അവിടുത്തെ സ്ത്രീകള് മന്ത്രം ചൊല്ലുമ്പം അല്ലെങ്കിൽ ചാൻറ്റ് ചെയ്യുമ്പോൾ പാട്ട് പാടുമ്പോൾ ഒരു പ്രത്യേക പാട്ട് അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കടലിന്റെ മുകളിലേക്ക് ആമകൾ വന്ന് ഇങ്ങനെ പോവാണ് തങ്ങളുടെ കുടുംബക്കാരെ കാണാൻ, തങ്ങളുടെ നാട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട്. രാജ്ഞി ആരൊക്കെയാണ്? രാജ്ഞിയുടെ പേരെന്തായിരുന്നു? ടിനായ്ക്കബോഗ, മകളുടെ പേര് റൊഡാലിസ്. ഇവരൊക്കെ വരുന്നതാണ് എന്നാണ് വിശ്വാസം. The translation of the strange song which is chanted on such occasions is as follows. അവിടെ ഈ ലേഡീസ് ചൊല്ലുന്ന പാട്ടില്ലേ, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. The women of Namuana are all dressed in mourning. നമുവാനയിലെ സ്ത്രീകൾ എല്ലാവരും മോർണിംഗ് ഡ്രസ്സിലാണ്. മോർണിംഗ് MOURNING. മോർണിംഗ് മീൻസ്
ദുഃഖാചരണത്തിന്റെ ഡ്രസ്സിലാണ്. ദുഃഖാചരണത്തിന്റെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു കോമൺ കളറ്? വിച്ച് ഈസ് ദ മോർണിംഗ് ഡ്രസ്, കളർ ഓഫ് ദി മോർണിംഗ് ഡ്രസ്? എനിബഡി പറഞ്ഞേ. ദുഃഖാചരണം നടത്തുമ്പോടുന്ന ഡ്രസ്സിന്റെ കളർ നോർമലി എല്ലായിടത്തും എന്താണ്? വേഗം പറഞ്ഞോളൂ. The women of Namwana are all dressed in mourning. വൈറ്റ്, ബ്ലാക്ക്. മിക്കവാറും പറയപ്പെടുന്നത് ദുഃഖാചരണത്തിന്റെ കളർ. നമുക്കറിയാം, ആരെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ മരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബ്ലാക്ക്, അല്ലെ, ബ്ലാക്ക് കൊടി, ബ്ലാക്ക് ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടൊക്കെ പോവാറില്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ചില ആളുകൾ വൈറ്റ് ആയിരിക്കാം, ചില ആളുകൾ ബ്ലാക്ക് ആയിരിക്കാം. എനിവേ, വി ആർ ഇൻ മോർണിംഗ് ഡ്രസ്. ദുഃഖാചരണത്തിന്റെ ഡ്രസ്സിലാണ് ഞങ്ങൾ എല്ലാവരും. Each carries a sacred club, each tattooed in a strange pattern. എല്ലാവരുടെ കയ്യിലും ഒരു വിശുദ്ധ വടിയുണ്ട്, ക്ലബ് ഉണ്ട്. which tattooed in a strange pattern. പ്രത്യേക രീതിയിൽ അതിലിങ്ങനെ ടാറ്റൂ ചെയ്തു വെച്ചിട്ടുണ്ട്. Do rise to the surface, Rhodalis, so we may look at you. Please, Rhodalis, നീ ഒന്ന് മുകളിലേക്ക് വാ. Let us have a look at you. ഞങ്ങൾ ഒന്ന് നിന്നെ കാണട്ടെ. പ്രിയപ്പെട്ട Rhodalis, please come. Do rise to the surface, Tinayakboga, so we may also look at you. ഞങ്ങളുടെ രാജ്ഞിയായ Tinayakboga, please come and rise to the top of the sea so that we can have a look at you. ഇതാണത്രേ അവരിങ്ങനെ come to the top. ഞങ്ങൾ എല്ലാവരും നിങ്ങളെ നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിലുള്ള ദുഃഖാചരണത്തിന്റെ ഡ്രസ്സിലാണ്. സീക്രട്ട് ആയിട്ടുള്ള വിശുദ്ധമെന്ന് നമ്മൾ കരുതുന്ന ക്ലബ്ബ് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളൊന്ന് പുറത്തേക്ക് വരൂ, ഞങ്ങൾ നിങ്ങളെ ഒന്ന് കണ്ടോട്ടെ എന്നാണത്രേ അവര് പറയുന്ന ഈ സോങ്ങിന്റെ അർത്ഥം. You may doubt the truth of the legend, but you cannot doubt the fact that the chanting of this strange song does, in fact, lure the giant turtles to the surface of the blue waters of the bay near Namwana village on the island of Kantau. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, പിന്നെയല്ലേ തള്ളു 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 അല്ലേ, കാട്ട തള്ളാണെന്ന് തോന്നുന്നുണ്ടാവും. പിന്നെയല്ലേ ഒരു പാട്ട് കേൾക്കുമ്പോഴേക്കും അത് മനസ്സിലാക്കിയിട്ട് കടലാമകൾ ഇങ്ങനെ മേലെ വരില്ലേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. ബട്ട് ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ഇത്തരത്തില് അവിടുത്തെ സ്ത്രീകൾ പാട്ടുപാടുന്നതും കേൾക്കാം. അത് കേൾക്കുമ്പോൾ ആ പാട്ടിനനുസരിച്ച് കടലാമകളിന് മുകളിലേക്ക് വന്ന് നോക്കുന്നതും കാണാം. ഇത് രണ്ടും സത്യമാണ്. ആ ലെജൻഡ് നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷെ ആ റിച്വൽ അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതിന് നമ്മൾ എവിടെ പോയാൽ മതി? നമ്വാന വില്ലേജിൽ പോയാൽ മതിയെന്ന്. നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും അതൊന്നും ശരിയല്ലാന്ന്. അതുപോലെ ആയിരിക്കും ഒരു പക്ഷേ അവർക്ക് നമ്മുടെ ഓണത്തിന്റെ പുറകിലുള്ള ലെജൻഡ് കേൾക്കുമ്പോ, അല്ലെങ്കിൽ പെരുന്നാളിന്റെ ബലിപെരുന്നാളിന്റെ പുറകിലുള്ള കഥ കേൾക്കുമ്പോ അവർക്കും ഒരു പക്ഷെ അങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നത്, ഇതൊക്കെ വെറും തള്ളാണെന്ന്. കാരണം നമ്മളുടെ വിശ്വാസം അതല്ലേ എല്ലാം. നമുക്ക് നമ്മളുടെ വിശ്വാസങ്ങൾ, അവർക്ക് അവരുടെ വിശ്വാസങ്ങൾ. എനിവേ, നമുക്കിപ്പോ ഇത് ഇംഗ്ലീഷ് ഒരു പാഠം എന്നുള്ള നിലയില് ഒരു ഫിജിയൻ ഐലൻഡിലെ ഐലൻഡ് ഓഫ് കണ്ടൌവിലെ നമ്വാന വില്ലേജിലെ ലേഡീസ് assembled in the sea, they chant a song. When they are chanting, turtles came to the top surface of the sea. If any member from the Nebukale village is present, the turtles will not come. ഇതാണ് അവരുടെ റിച്വല്. ഇത് മനസ്സിലായല്ലോ? ഇനി ആ റിച്വലിന്റെ പുറകിലുള്ള ലെജൻഡ് എന്താണ്? ലോങ് ഇയേഴ്സ് ബാക്ക് ദ princess of that Namwana village, Tinayakboga, and her beautiful daughter Rhodalis, they went for fishing. They were so involved in, or totally involved in fishing, that they didn't notice that they have crossed the border. Came in a canoe and they caught hold of this daughter and mother, and when they prayed to the god suddenly, the goddess of sea made a heavy storm. ആ സ്റ്റോമിൽ ബോട്ടൊക്കെ ഇങ്ങനെ ആകെ മുങ്ങാൻ പോകുന്ന സമയത്ത് suddenly these ladies are transformed into or changed into turtles. അങ്ങനെ അവർ രക്ഷപ്പെട്ടു എന്നാണ് കഥ. അതിന്റെ പുറകില് ആ ചാന്റിങ്ങിന്റെ മീനിങ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള The Sacred Turtles of Kantau. This is a Fijian legend.
ഞാൻ നിങ്ങൾക്ക് ഈ കഥയിലപ്പുറത്തേക്ക് ഇതില് എന്റേതായ ഒരു 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 നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു ഭാഗം തരട്ടെ. നമ്മൾ പറയാറുണ്ട് കാലം ഒരുപാട് മാറി. ഫിജിയൻ ഐലൻഡും ഇന്ത്യയും കേരളവും ലോകവും ഒക്കെ എല്ലായിടത്തും പല മാറ്റങ്ങളിലും വന്നു. പക്ഷെ ഇപ്പോഴും സ്ത്രീകളോട് ഉള്ള ആറ്റിറ്റ്യൂഡിന് വല്ല മാറ്റം വന്നിട്ടുണ്ടോ? അന്ന് ഫിഷിങ്ങിന് ക്രോസ് ചെയ്ത പേരിൽ പിടിച്ചു കൊണ്ടുപോയി. അതിൽ ആർക്കാണ് സത്യത്തിൽ നഷ്ടം? തെറ്റ് ചെയ്തത് നെബുക്കലേവിലെ ഫിഷർമെൻ ആണ്. പക്ഷെ അവിടെ ശിക്ഷിക്കപ്പെട്ടത് ആരാണ്? ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വിടുന്നു. തെറ്റ് ചെയ്തത് ആക്ച്വലി അവിടെ ആരാണ്? തെറ്റ് ചെയ്തത് ഫിഷർമെൻ ആണ്. പക്ഷെ അവിടെ ശിക്ഷിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഞാൻ ഇവിടെ പ്രതീക്ഷിക്കണം. തെറ്റ് ചെയ്തത് ഫിഷർമെൻ ആണ്. ഇവരെ പിടിച്ചുകൊണ്ടുപോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ ശരിക്കും ശിക്ഷിക്കപ്പെട്ടത് ആരാണ്? എന്റെ കുട്ടികളെ ചിന്തിക്കുന്നവരാണോ എന്ന് ഞാൻ നോക്കട്ടെ. ഉത്തരം കാണുന്നില്ലല്ലോ. മല്ലൂസ് മീഡിയ, ഫാത്തിമ, നിത, ദേവിക, ജസീന, സാനിയ, മുഹമ്മദ് കുട്ടി, ഹനീൻ, ദേവിക. വരട്ടെ. യെസ്, യു ആർ റൈറ്റ് ജാവിദ്. പ്രിൻസസ് ആൻഡ് ഹെർ ഡോട്ടേഴ്സ് ഹാവ് ബീൻ പണിഷ്ഡ്. നോ, അവിടെ അവരുടെ മനുഷ്യജന്മം ജീവിതം പോയത് ആർക്കാണ്? അമ്മയ്ക്കും മോൾക്കും അല്ലേ. ഫിഷർമെൻ എന്താ പറ്റിയത്? ഒന്നും പറ്റിയില്ല. അവരൊന്ന് പേടിച്ചു എന്നല്ലാതെ അവർക്ക് എന്തെങ്കിലും പറ്റിയോ? അവര് ഒന്ന് പേടിച്ചു, അത് കഴിഞ്ഞ് അവരുടെ വണ്ടി കയറി പോയി. അവർക്ക് വേറെ ഒന്നും നഷ്ടപ്പെടാനുണ്ടായില്ല. അവരുടെ നാടുണ്ട്, അവരുടെ വീട്ടുകാരുണ്ട്, അവരുടെ ഭാര്യയും കുടുംബവും കുട്ടികളും ഒക്കെ അവരുടെ കൂടെ ജീവിച്ചു. പക്ഷെ ഇവരുടെ അവസ്ഥ എന്തായിരുന്നു? ഇവിടെ നഷ്ടപ്പെട്ടത് ആർക്കാണ്? ടിനായ്ക്കബോഗ ആൻഡ് റൊഡാലിസ് ആൻഡ് ദ പീപ്പിൾ ഇൻ നമ്വാന. ഇവിടെ ഈ പാവപ്പെട്ട 2 സ്ത്രീകൾക്കല്ലേ അവരുടെ ജന്മം നഷ്ടപ്പെട്ടത്. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു പീഡന കേസ് പുറത്തു വന്നു കഴിഞ്ഞാല് ഇരയുടെ ലൈഫിനെ കുറിച്ച് ഇനി എന്തോ തീരുമാനം എടുത്തോട്ടെ, ആ വ്യക്തിയുടെ, ആ കുട്ടിയുടെ ജീവിതമല്ലേ പലപ്പോഴും നശിച്ചു കാണാറ്. എത്രയോ കേസുകള്. ഇപ്പൊ കാലം ഒരുപാട് മാറി, നമ്മുടെ പല കാര്യങ്ങളും മാറി. പക്ഷെ ഇപ്പോഴും ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വിമൻ റിമെയിൻ അൺചേഞ്ച്ഡ്. കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ കൂടി ആ ആറ്റിറ്റ്യൂഡിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ള ഒരു എന്താ പറയാ, നമ്മുടെ ഇക്കാലത്തിന്റെയും കാലഘട്ടത്തിന്റെ ഒരു ദുരന്തം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? ഈ റിച്വലും ലെജൻഡും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഞാൻ ഇതിന്റെ ലെജൻഡും റിച്വലും നിങ്ങൾക്ക് നോട്ടായിട്ട് തരാം, അത് നിങ്ങൾ പഠിക്കുക. കൂടാതെ ഒരു അസൈൻമെന്റ് തരട്ടെ. അസൈൻമെന്റ് എന്താന്ന് വെച്ചാല്, ഇതേപോലെ ഇപ്പൊ നമ്മളൊരു റിച്വലും അതിന്റെ ലെജൻഡും ആണ് ഈ സ്റ്റോറി. ഇതേപോലെ നിങ്ങൾക്കറിയാവുന്ന ഒരു റിച്വല്, ആ റിച്വലിന്റെ പുറകിലുള്ള ലെജൻഡ് നിങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള ഇംഗ്ലീഷിൽ ഒന്ന് എഴുതിയിട്ട് എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഞാൻ നോക്കാം. പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യതാണ്. റൈറ്റ് about a ritual in your area and the legend behind that ritual. നിങ്ങളുടെ ഏരിയയിലുള്ള ഒരു റിച്വലും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അതിന്റെ പുറകിലുള്ള ലെജൻഡുമാണ്. ഒന്ന് എഴുതുക. നിങ്ങളെല്ലാവരും എഴുതുമെന്ന് പ്രതീക്ഷിക്കണു. ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. നമുക്കിങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു, ഓൺലൈനായിട്ട്. നെക്സ്റ്റ് വീക്ക് മുതൽ ഐ വിൽ ബി ഓഫ്ലൈൻ. ഞാൻ ക്ലാസ്സിൽ വരും. നിങ്ങൾ എൻ്റെ ഉപദ്രവം സഹിച്ചേ പറ്റുള്ളൂ. അതുവരേക്കും നമ്മളൊരു 2-3 ലെസൺസും കൂടി ഓൺലൈനായിട്ട് എടുത്തു തീർക്കണം എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്? ഒന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇതിൽ കിട്ടുകയാണെങ്കിൽ ഐ ക്യാൻ അഡ്ജസ്റ്റ് വിത്ത് ദാറ്റ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതോ ബോറടിക്കുന്നുണ്ടോ? പെട്ടെന്ന് 2-3 ആളുടെ റെസ്പോൺസ് കണ്ടാൽ എനിക്ക് പോകായിരുന്നു. ഓക്കെ, സനിയ, ഫാത്തിമ, ബൈ, ടാറ്റ, താങ്ക് യു എന്ന് പറയുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? നിർത്തിയതിനാണോ താങ്ക് യു, അതോ മനസ്സിലായി പാഠം മനസ്സിലാക്കി തന്നതിനാണോ താങ്ക് യു? ഓക്കെ, സവാദ്, ഹനീൻ, ജുമാന. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ.
ഈ റിച്വൽ ചെറിയതൊരെണ്ണം അല്ലേ, ഈ ലെസൺ നന്നായി ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഏരിയയിലുള്ള ഒരു റിച്വലിനെയും അതിൻ്റെ ലെജൻഡിനെയും കുറിച്ച് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.